അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇത്രയും തിക്കോട് കൂടിയിട്ടുള്ള മുടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹെയർ കെയർ ചെയ്തേ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹോം റെമഡീസ് ആയിട്ട്. അപ്പോൾ അതിലൊരു ഹോം റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്, പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. പക്ഷെ പലരും അത് ചെയ്യാറുമില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ട ഭാഗമൊക്കെ ഉണ്ടാവില്ല, സ്കാൽപ്പൊക്കെ കാണുന്ന ഭാഗം, അതൊക്കെ നല്ല പോലെ കുറച്ച് തരുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ കാണിക്കുന്നത്. അതും ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഇതേ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മെയിനായിട്ട് തലയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉലുവയാണ് ഇടുന്നത്. ഒരു കൈപ്പിടി അളവോളം ഉലുവ എടുക്കുന്നുണ്ട്, എൻ്റെ മുടിക്ക് അത്യാവശ്യത്തിനുള്ള ഉലുവ. എന്നിട്ട് അത് തലേ ദിവസം കുതിർക്കാൻ വെച്ച് പിറ്റേ ദിവസം ആയതിന് ശേഷമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതാ ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. കഞ്ഞിവെള്ളം നല്ല കട്ടിയായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉലുവ നല്ല പോലെ വെള്ളം കുടിച്ച് നല്ലോണം കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. ഉലുവ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ മുടി പുതിയത് കിളിർത്ത് വരുന്നതിനും നീളം വെക്കുന്നതിനും എല്ലാത്തിനും ഉലുവ വലിയൊരു പരിഹാരമാണ് കേട്ടോ. സ്കിന്നിലേക്കും ഇതൊരു വലിയ പരിഹാരം തന്നെയാണ് കേട്ടോ. അപ്പം നല്ലോണം ഫൈനായിട്ട് നമുക്ക് അറിഞ്ഞും കിട്ടും കേട്ടോ ഈ സംഭവം. കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. കഞ്ഞിവെള്ളം ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് തലയിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഉലുവൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒരു അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സോ 15 മിനിറ്റ് എങ്ങനെ വെച്ചാൽ മതി. ആരെങ്കിലും എന്താ പറയുക വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ലേശം വെളിച്ചെണ്ണ നല്ലോണം കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നല്ലോണം എന്താ പറയുക മുടിയിനേക്കാളും കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ മാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മളിങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് സ്കാൽപ്പിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് കൂടുതൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോളുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര സമയം പോവില്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ. അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ ഈസി മെത്തേഡാണ്. ഇങ്ങനെ എടുക്കുക, കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഇങ്ങനെ ആക്കാം. അത്യാവശ്യം എല്ലായിടത്തും ആവും ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് മുടിയിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. മുടി നല്ലപോലെ സിൽക്കി ആവും കേട്ടോ. നമുക്ക് ഈ ഉലുവ നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ മാസത്തിൽ 2 തവണ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഹെയർ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല പോലെ കുറയും ചെയ്യും കേട്ടോ. പിന്നെ ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ശനിയാഴ്ചയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നെയ്റ്റ് ചെയ്യണമെങ്കിൽ എന്നിട്ടൊന്ന് കെട്ടി വെക്കാം. ഇത്ര അപ്ലൈ ചെയ്താൽ മതി. കുറേ തല നിറഞ്ഞ് കാണാൻ ഒന്നും വേണ്ട. നമ്മൾ ഇത് നല്ലോണം മുടി കെട്ടി വെക്കാം. 20 മിനിറ്റ്സോ 15 മിനിറ്റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം വീര് കുറഞ്ഞ ഷാമ്പു ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇത് ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സിൽക്കി ആൻഡ് സ്മൂത്തായിട്ട് മാറും കേട്ടോ നമ്മുടെ ഹെയർ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു തവണ അല്ല കേട്ടോ ചെയ്യേണ്ടത്, നമ്മൾ ഇടയ്ക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.